അപ്പോൾ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഇന്റർസോൺ കലോത്സവത്തിലെ മത്സരാർത്ഥിയും അതുപോലെ തന്നെ അവരുടെ പാരന്റ്സും ആണുള്ളത്. അപ്പോൾ പേരെന്തായിരുന്നു? അനാമിക. അച്ഛൻ്റെ പേര്? ഞാൻ ശിവദാസ്. സിദ്ധേന്ദ്ര. അപ്പോൾ ഞങ്ങളുടെ മൊത്തത്തിലുള്ള കോളേജിന്റെ ഹോസ്പിറ്റാലിറ്റിയും കുട്ടികളുടെ പെരുമാറ്റവും മൊത്തത്തിൽ എങ്ങനെ അന്തരീക്ഷം എന്തായിരുന്നു? ഉഷാറാണ്, എല്ലാം ഓക്കെ. പിന്നെ നമ്മുടെ കോട്ടക്കൽ ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ വക നമുക്കൊരു ഹാമ്പേഴ്സ് ഉണ്ട്. അത് മറ്റുള്ള കോളേജുകൾ മുന്നിക്ക് വെക്കാത്ത രാശിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് സന്തോഷമുണ്ട്. ഇങ്ങനെ ഇതുവരെ വേറെ എവിടുന്നും കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ അച്ഛനോട് സ്വന്തം മകളുടെ പെർഫോമൻസ് ഒരു ഓഡിയൻസ് എന്ന നിലയിൽ നോക്കി കണ്ടപ്പോൾ അച്ഛൻ എന്താണ് തോന്നിയത്? എനിക്ക് ആദ്യം പറയാനുള്ളത് 54 വയസ്സായൊരു പാരന്റാണ് ഞാൻ. അവൾക്ക് 4 വയസ്സ് തൊട്ട് ഞാൻ ഈ കലാ ഫീൽഡിലാണ്. അവളെയും കൊണ്ട് നടക്കുക. അതുപോലെ എൻ്റെ മറ്റൊരു മകനാണിത്, അനിയൻ്റെ മോനാണ്. ഇവരൊക്കെ ഞങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ഇന്റർസോൺ വരെ ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യം, ഇനി മോളെ പങ്കെടുപ്പിക്കുന്നില്ല എന്നാണ്. ഇപ്പം പി ജിക്ക് ഈ വർഷം ഫറൂഖ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അവരുടെ നിർബന്ധം കാരണം അവൾ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയല്ലേ എന്നുള്ള നിലയ്ക്ക് അവളെ പെർഫോമൻസ് അവിടെ കാഴ്ച വെക്കണം തോന്നി. കാഴ്ച വെച്ചു. ഈ നിമിഷം ഈ കോട്ടക്കൽ അൽ ഫാറൂഖിലെത്തി എനിക്ക് വലിയൊരു ദൃഢനിശ്ചയം പോലെ ഞാൻ പറയാം, അടുത്ത വർഷവും ഞാൻ പങ്കെടുക്കും. കാരണം ഈ 54 വയസ്സിൻ്റെ ഉള്ളിൽ ഒരു 10, 30, 35 വർഷം ഈ കോമ്പറ്റീഷൻ ഫീൽഡിലാണ് ഞാൻ. ആദ്യമായിട്ട് ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ അഭിമാനത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ, ഒരു കള്ളത്തരം കാണിക്കാത്ത ജഡ്ജ്മെന്റ് എൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ കൂടി നോട്ടൻ തുള്ളൽ വരെ ഞാൻ കണ്ടു. ഇതിൽ ഇത്രയും കാലം ചെയ്ത അതിൻ്റെ ഭാരവാഹികൾ ആര് തന്നെയാലും, യൂണിയനോ അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച MSF ആരായിക്കോട്ടെ, അഭിമാനത്തോടു കൂടി പറയാം, ഇത്തരം ജഡ്ജ്മെന്റ് ആവട്ടെ ഇനിയുള്ള വരും കാലങ്ങളിൽ കള്ളത്തരങ്ങൾ നടക്കാത്തൊരു ജഡ്ജ്മെന്റും. അതിലുപരി ഈ കോട്ടക്കൽ അൽ ഫാറൂഖ് കോളേജിലത്തെ കുട്ടികൾ എന്തൊരു സ്മൂത്തായിട്ടാണ് ഓരോരുത്തരോട് പെരുമാറുന്നത്. ഇത് കാണുമ്പോൾ ഇങ്ങനത്തെ കോളേജുകൾ ജനിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പറയാണ്ട് ഈ കോളേജിൽ വന്നിട്ട്. ഇന്ന് 3ാമത്തെ ദിവസം ഞാനിവിടെ വരുന്നത്. ഈ 3 ദിവസത്തിനുള്ളിൽ നാളെയും കൂടി ഉണ്ടെങ്കിൽ ഞാൻ വരും. ഇന്ന് ഞാൻ ഗുരുവായൂർ പ്രോഗ്രാം കഴിഞ്ഞ് ഇന്നലെ ഒന്നും ഉറങ്ങാതെയാണ് ഞാൻ ഇന്ന് വരുന്നത്. ഇന്ന് ഞാൻ ഈ കോളേജിലായതുകൊണ്ട് മാത്രമാണ് വരുന്നത്. അത്രയും അഭിമാനം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റിക്കും ജഡ്ജസിനെ ഏൽപ്പിച്ച കമ്മിറ്റിക്കും ഈ അൽ ഫാറൂഖ് കോളേജിലത്തെ ടോട്ടൽ മെമ്പേഴ്സിനും എൻ്റെ വക വലിയൊരു ബിഗ് സല്യൂട്ടാണ് ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്.